നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, നാം വഴിയിലേക്ക് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ പല ആളുകളെയും നമുക്ക് കാണാം. അങ്ങനെ കാണുമ്പോൾ ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ്, നീ മുസ്ലിമായ ആളുകളുമായി കണ്ടുമുട്ടിയാൽ നിന്റെ കടമയാണ് സലാം പറയണം. സലാമിനെ നീ പ്രചരിപ്പിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ സത്യവിശ്വാസികളായി തീരുകയില്ല, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ. നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. നിങ്ങൾക്കിടയിൽ സ്നേഹം വല്ലാതെ നിലനിർത്തുവാനും അത് വളരെ കൃത്യമായി നിങ്ങൾക്കിടയിൽ ഊട്ടിയുറപ്പിക്കുവാനുമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയണം എന്നല്ല, സലാമിന്റെ പ്രചാരകന്മാരാവണം, സലാമിനെ നിങ്ങൾ പ്രചരിപ്പിക്കണം എന്നാണ്. നമ്മൾ സാധാരണ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും വഴിയിൽ വെച്ചും തൊഴിൽശാലയിലും തിരിച്ചു പോരുമ്പോഴും വാഹനത്തിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ധാരാളം ആളുകളെ ദിനേന നമ്മൾ കണ്ടുമുട്ടുകയാണ്. വീട്ടിലേക്ക് കയറിയാലും വീട്ടിൽ പോകുമ്പോഴൊക്കെ പലരുമായി നമ്മൾ കാണുകയാണ്, ബന്ധപ്പെടുകയാണ്. നമ്മുടെ ബാധ്യതയാണ് സലാം ചൊല്ലൽ. സലാമിന്റെ പ്രചാരകരാവണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിരിക്കുക. നമ്മുടെ നേതാവാ നമ്മോട് പറയുന്നത്, നിങ്ങൾ സലാമിന്റെ പ്രചാരകരാവണം. അതിന്റെ ഏറ്റവും വലിയ പ്രചാരം നിങ്ങൾ നൽകണം. അസ്സലാമു അലൈക്കും. എന്താണ് അതിന്റെ ഉദ്ദേശം? നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവട്ടെ, അള്ളാഹുവിന്റെ കാവൽ നിങ്ങൾക്കുണ്ടാവട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാവട്ടെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ നിങ്ങളിൽ ചൊരിയട്ടെ. ഏത് സമയത്തും ആരോടും പറയാവുന്ന ഒരു ഉപചാരത്തിന്റെ വാക്ക് മറ്റൊന്നിലും നമുക്ക് കാണാൻ സാധ്യമല്ല. ഏത് മൂഡിലിരിക്കുന്നവനോട് പറയാവുന്ന അഭിവാദ്യത്തിന്റെ വചനം, സന്തോഷത്തിലിരിക്കുന്നവനോടും സന്താപത്തിന്റെ ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചിരിക്കുന്നവനോടും പോയി കയറി പറയാവുന്ന ഉപചാരമാണ് അസ്സലാമു അലൈക്കും. മറിച്ചുള്ള എല്ലാ ഉപചാര വാക്കുകളും എപ്പോഴും പറയാൻ പറ്റിയതല്ല, അത് മുസ്ലിമീങ്ങൾ പറയേണ്ടതുമല്ല. ഗുഡ് മോർണിംഗ്, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ്, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ്, അതല്ലെങ്കിൽ സബാഹൽ ഖൈർ, മസാ അന്നൂർ എന്നൊക്കെ പറയുന്ന ആ രൂപത്തിലുള്ള ശൈലികളൊന്നും ഇസ്ലാമികമായ അഭിവാദ്യത്തിന്റെ ശൈലിയല്ല. ഗുഡ് മോർണിംഗ് എന്നൊരു മനുഷ്യൻ ആകെ വിഷമിച്ചിരിക്കുന്നവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഉണ്ടാവും, നല്ല മോർണിംഗ്, അപ്പൊ എനിക്ക് നല്ല ദേഷ്യം പിടിക്കൂലേ? മറിച്ച് നിങ്ങൾ മരണ വീട്ടിൽ കയറി ചെന്നുന്ന ദുഃഖിതരായിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് കയറി ചെല്ലുമ്പോഴും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാം. ആരോടും പറയാ. എന്താ? അള്ളാഹു നിങ്ങൾക്ക് ശാന്തി തരട്ടെ, അള്ളാഹ് നിങ്ങൾക്ക് സമാധാനം തരട്ടെ, അള്ളാഹ് നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ, അള്ളാഹ് നിങ്ങളിൽ റഹ്മത്ത് ചൊരിയട്ടെ. ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും പറയാവുന്ന ഇത്ര മുന്തിയ ഒരു അഭിവാദ്യം, തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ തയ്യിബ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച അല്ലാഹുവിങ്കൽ നിന്നുള്ള ഉപചാരത്തിന്റെ അഭിവാദ്യത്തിന്റെ വാക്കാണത്. മുബാറകത്തൻ, അനുഗ്രഹീതമായ വാക്കാണത്. തയ്യിബത്തൻ, അതിവിശിഷ്ടമായ വാക്കാണത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാവരോടും ഇത് പറയണമെന്നാണ് ഇസ്ലാം പറയുന്നത്. പരിചയമുള്ളവരോട് മാത്രമല്ല, പരിചയമുള്ളവരെ നോക്കി സലാം പറയുന്ന ഒരു രീതിയാണ് ഇന്ന് ലോകത്ത് നടപ്പിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏറ്റവും മുന്തിയ ഒരു കർമ്മം ഏതാണ് നബിയെ? നല്ലൊരു പ്രവൃത്തിയെ പറ്റി എനിക്ക് പറഞ്ഞു തരാമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുത്ഇമുത് തആം, അന്നം നൽകലാണ്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ്. രണ്ടാമത് പറഞ്ഞത് വതഖറഉസ് സലാം അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ പരിചയമുള്ളവർക്കും നിനക്ക് പരിചയമില്ലാത്തവർക്കും നീ സലാം പറയലാണ്. പരിചയമുള്ളവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അല്ലാത്തവനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നു. പരിചയമുള്ളവനോട് മാത്രം സലാം ചൊല്ലി കൈ കൊടുക്കുന്നു, അല്ലാത്തവരോട് മിണ്ടാതെ പോകുന്നു. ഇത് ശരിയല്ല, എല്ലാവരോടും പറയണമെന്നതാണ്. മാത്രമല്ല, അന്ത്യനാളിന്റെ അടയാളത്തിലായിക്കൊണ്ടാണ് എണ്ണപ്പെട്ടത്. ഇന്ന മിൻ അശ്റാത്തിസ് സാഅ, നിശ്ചയമായും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് ഇദാ കാനത്തി തഹിയ്യത്തു അലൽ മഅരിഫ, പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സലാം പറയുന്ന രീതി. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അൻ യുസല്ലിമ അർറജുലു അലർ റജുലി ലാ യുസല്ലിമു അലൈഹി ഇല്ലാ ലിൽ മഅരിഫ, ഒരാൾ മറ്റൊരാളോട് സലാം പറയുന്നു. എന്താ സലാം പറയുന്നതിന്റെ മാനദണ്ഡം? പരിചയമുണ്ട്. അപ്പൊ പരിചയക്കാരോട് മാത്രം സലാം പറയലല്ല വേണ്ടത്,
മറിച്ച് എല്ലാവരുടെ മുമ്പിലും നീ ഒരുപോലെ നിനക്കറിയുന്നവരെയും അറിയാത്തവരോടും നീ സലാമിനെ നീ പ്രചരിപ്പിക്കണം, നീ അത് പറയണം. ഇത് വളരെ പഴക്കമുള്ള ഒരു അഭിവാദ്യ പ്രകടനമാണ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു അഭിവാദ്യത്തിന്റെ രീതിയല്ല. മനുഷ്യനോളം പഴക്കമുള്ള ഒരു അഭിവാദ്യമുണ്ടെങ്കിൽ അത് അസ്സലാമു അലൈക്കും എന്നത് മാത്രമാണ്. ഇതിന്റെ പഴക്കം എത്രയാണെന്ന് ചോദിച്ചാൽ മനുഷ്യനെത്ര പഴക്കമുണ്ട് ഈ ഭൂമിയിൽ, അത്രത്തോളം പഴക്കമുണ്ട്.